ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫുഡ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കലൂരുള്ള സുരേഷേൻ്റെ തട്ടുകട എന്ന കടയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഇന്ന് ഞങ്ങളുടെ അപ്പൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റായിട്ട് നമ്മൾ പോകുന്നതാണ്. നമ്മളിതിന് മുമ്പും ആ കടയിൽ പോയിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവിടെ. ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കട. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഒരു 8 പേർക്കൊക്കെ ഇരിക്കാനായിട്ട് 2 ടേബിളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവിടേക്ക് ഇരിക്കാനായിട്ട് നല്ല വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. പിന്നെ ഒരു ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ തിരക്ക് നല്ല കൂടുതലായിരുന്നു. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല കാറുകളും വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി ഫുഡുകളൊക്കെ ഭയങ്കര സ്പീഡായിട്ടെല്ലാം കിട്ടും. പിന്നെ ഞങ്ങൾ പറഞ്ഞത് ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, പിന്നെ കറിയായിട്ട് ബീഫ് ചാപ്സ്, ബീഫ് ഡ്രൈ ഫ്രൈ, പെപ്പർ ഫ്രൈ, ചില്ലി ചിക്കൻ, ചില്ലി ബീഫ്, ഇതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാം തന്നെ നല്ല അടിപൊളിയായിരുന്നു. കൂട്ടത്തിൽ ബീഫ് ചാപ്സാണ് എനിക്ക് വളരെ അധികമായിട്ട് ഇഷ്ടപ്പെട്ടത് തന്നെ. ഞങ്ങൾ ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ കഴിച്ചിട്ട് ഞങ്ങൾക്കൊരു 1200 രൂപയാണ് ബില്ലായിട്ട് വന്നിട്ടുണ്ടായത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രാത്രി ഞങ്ങൾ വണ്ടിക്കൊക്കെ നടന്നു. അന്നൊരു ദീപാവലിയുടെ തലേദിവസം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പടക്കമൊക്കെ പൊട്ടിക്കാം എന്നുള്ള പ്ലാനിൽ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിലെത്തി ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടാണ് കിടന്നത്.
അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ബൈ.